അങ്ങ് ആദ്യം ഒരു ബൈറ്റ് കേൾക്കൂ. എത്ര സമയമുണ്ട്? അങ്ങേക്ക് സമയം തരാം. അങ്ങ് വെയിറ്റ് ചെയ്യൂ. അങ്ങേക്ക് സമയം തരാം. ആദ്യം എം എ ബേബിയുടെ പ്രതികരണം കണ്ട ശേഷം അങ്ങയിലേക്ക് വരാം. ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് UDF-ന്റെ ഭരണകാലത്ത് UDF-കാര് നിയോഗിച്ച ദേവസ്വം ബോർഡ് ശബരിമലയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന സമയത്താണ് ഈ കുറ്റവാളി എന്ന് ഇപ്പം ആരോപിക്കപ്പെടുന്നത്. അങ്ങനല്ലേ പറയാൻ പറ്റൂ? കോടതി വിധിക്കുന്നവരെ പറയാൻ പറ്റുള്ളൂ. ആ വ്യക്തി ഇംപ്രഗ്നബിൾ എന്ന് പറയാവുന്ന ഒരു താമസ സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ അവിടുത്തെ സുരക്ഷാ സംവിധാനം ഭേദിച്ചകത്തേക്ക് കടക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു കോട്ട പോലെ കാവലുള്ള സംവിധാനമാണ്. പിന്നെ ഇന്ത്യ മുന്നണിയുടെ യോഗം നടക്കുമ്പോഴൊക്കെ അവിടെ പോകാൻ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം എനിക്കും അവസരം ഉണ്ടായിട്ടുണ്ട്. അതുപോലുള്ള സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥലവും സോണിയാഗാന്ധിജിയുടെ സ്ഥലവും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അവിടെ പോയിട്ട് അവര് ആവശ്യപ്പെട്ടിട്ടോ ഉദ്ദേശിച്ചിട്ടോ ആയിരിക്കില്ല. അങ്ങനെയാണ് ഇപ്പോൾ അടൂർ പ്രകാശ് വിശദീകരിക്കുന്നത്. എനിക്കറിഞ്ഞൂടാ മറ്റാരോ ആവശ്യപ്പെട്ടിട്ടത് പിന്നെ പൂജിച്ച ചരട് കെട്ടി കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ എന്നെ കൂടെ വിളിച്ച് ഞാൻ പോയെന്നാണ്. ഉരുളുകയാണ് കിടന്നിട്ട്. അപ്പൊ ഇതിനകത്തുള്ള പ്രശ്നം ഉത്തരവാദിത്വ ബോധത്തോടു കൂടി വേണം ആർക്കെതിരായിട്ട് നമ്മൾ ആരോപണം ഉന്നയിക്കാൻ. ശരി, സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഭാഗമായിരുന്നു ഞാൻ ആവശ്യപ്പെട്ടിരുന്നത്. അത് അതിലേക്ക് വന്നിട്ടില്ല. ഏതായാലും അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എം എ ബേബി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സോണിയാഗാന്ധിക്കെതിരെ അങ്ങനെ പറയേണ്ടതില്ല എന്ന കൃത്യമായ നിലപാട് നേരത്തെ എം എ ബേബി എടുത്തിരുന്നു. അതിന് വിരുദ്ധമായി മന്ത്രി ശിവൻകുട്ടിയെ അടക്കം സഭയിൽ പറഞ്ഞതിനാണ് എന്താണ് CPM വിശദീകരണം? ഇപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറിയാണല്ലോ ഒരു നിലപാടെടുത്തത്. ശ്രീ ഗോപൻ. ശ്രീമതി സ്മൃതി, ആദ്യമായിട്ട് ഞാൻ പൊടിപ്പാറ സാറിന് ഒരു അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഒരു തരത്തിലും സ്മൃതിയുടെ ഇടപെടലില്ലാതെ ചർച്ച നടത്താൻ രണ്ടാം കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള പൊടിപ്പാറ സാറിന് കിട്ടിയ അവസരത്തിന് ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇനി അങ്ങ് ചോദിച്ച ചോദ്യമാണെങ്കിൽ നിങ്ങൾ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ് പ്രതിനിധികൾ പയറഞ്ഞാഴി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. സ്മൃതി എന്തിനായി പയറഞ്ഞാഴി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സോണിയാഗാന്ധിയെ ഈ കേസിൽ എം എ ബേബി പറഞ്ഞ അഭിപ്രായം, വി ശിവൻകുട്ടി പറഞ്ഞ അഭിപ്രായം അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ ആരും സോണിയാഗാന്ധി സ്വർണം വാങ്ങിച്ചു ഇതുവരെ ആക്ഷേപിച്ചില്ല. അതവിടെ നിൽക്കട്ടെ. അതാണോ പ്രശ്നം? എന്താ ഞാൻ ഈ അരിയുടെയും പയറിന്റെയും കഥ പറഞ്ഞത്? എന്റെ സമയത്തിൽ ഇടപെട്ടതാ. എനിക്ക് സമയം കിട്ടുമോ? നിങ്ങൾ അഭിപ്രായം പറയും. എന്താ നിൽക്കട്ടെ എന്ന് പറയുന്നത്? ആരുടെ നിലപാട് നിങ്ങളുടെ നിലപാടെന്ന് പറയും. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണോ നിങ്ങൾ പറയും. എന്റെ സമയത്ത് നിങ്ങൾ കയറി ഇടപെട്ടില്ലേ? ആ മാന്യത നിങ്ങൾ തിരിച്ചു പ്രതീക്ഷിച്ചാൽ മതി. സോണിയാഗാന്ധിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തണോ? സോണിയാഗാന്ധി ചോദ്യം ചെയ്യണോ? അല്ല, എനിക്ക് സമയം വേണം സ്മൃതി. എനിക്ക് സംസാരിക്കാൻ വ്യക്തമാണ്. അദ്ദേഹം മറുപടി പറയട്ടെ. ശ്രീ ഗോപൻ തുടരൂ. അല്ല, ഞാൻ ഉയർത്തിയ പ്രശ്നം ഇതിൻ്റെ സെക്കൻഡ് റൗണ്ട് ചർച്ച കോൺഗ്രസിൻ്റെ പ്രതിനിധിയായ പൊടിപ്പാറ സാറ് സംസാരിച്ചു, അനൂപിന് ശേഷം സംസാരിച്ച്, അതിനുശേഷം സ്വാഭാവികമായിട്ടും എന്റെ പ്രതികരണമാണ്. താങ്കൾ ഒരു മാന്യത കാണിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. അങ്ങ് കോൺഗ്രസിന്റെ പ്രതിനിധി ആയതുകൊണ്ട് തന്നെ ഞാൻ കോൺഗ്രസ് പ്രതിനിധിയല്ല. ഞാൻ വിശദീകരിക്കാൻ സമയം കിട്ടിയാ പറയാം സാർ. ഞാൻ വിശദീകരിക്കാൻ സമയം കിട്ടിയാ പറയാം സാർ. ഞാൻ പറഞ്ഞു അവരെല്ലാം ഇടത് ആയിക്കോട്ടെ. ഞാൻ അങ്ങ് അല്ല സാർ, ആ സഹയാത്ര ഇരിക്കട്ടെ സാർ. അങ്ങെന്താ തന്ത്രിയെ മറന്നുപോയേ? അങ്ങെന്താ 2014 കൊടിമര മാറ്റം മറന്നുപോയേ? അല്ല പ്ലീസ്, എന്റെ സമയം സാർ, എന്റെ സമയം. അങ്ങ് മാന്യത കാണിക്കണം. അങ്ങെന്താ തന്ത്രിയെ മറന്നുപോയേ? അങ്ങെന്താ 2014 കൊടിമര മാറ്റം മറന്നുപോയേ? അങ്ങയുടെ ഈ വിശദീകരണത്തിലേക്ക് അത് വരാൻ എന്താ? ഇനി സോണിയാഗാന്ധിയുടെ വിഷയമല്ലെന്ന് പറയാൻ കാരണം എന്താ? സോണിയാഗാന്ധിയുടെ വിഷയം പറയുമ്പോ ഇവിടെ ആരാ സംസാരിക്കാൻ? ആരാ ഇപ്പൊ സംസാരിക്കുന്ന? ആരാ ഇപ്പം സ്മൃതി ആർക്കാ സമയം തന്നെ? ആർക്കാ സമയം തന്നെ? അനൂപിന്റെ ചോദ്യം ഗോപൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം മറുപടി പറയുമ്പോൾ നോക്കാം നമുക്ക്. അദ്ദേഹം പറയട്ടെ. പറഞ്ഞോളൂ ഡോക്ടർ ഗോപൻ. ശ്രീമതി സ്മൃതി, പൊടിപ്പാറ അനൂപ് സംസാരിക്കുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഒരു പ്രശ്നം, കനകോല് കൊടുത്ത ഒരു ക്യാപ്സ്യൂളുണ്ട്. ആ ക്യാപ്സ്യൂളിൽ സോണിയാഗാന്ധിയെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അത് സംഘപരിവാറിൻ്റെ നറേറ്റീവാണ്. CPM-ന് സോണിയാഗാന്ധിയെ പറയാൻ പറ്റില്ല.
CPM KC വേണുഗോപാലിനെ പറഞ്ഞുകൂടാ, CPM കോൺഗ്രസ് നേതൃത്വത്തെ പറഞ്ഞുകൂടാ. പിണറായി വിജയനെ പറയാം, അദ്ദേഹത്തിന്റെ ഭാര്യയെ പറയാം, അദ്ദേഹത്തിന്റെ മക്കളെ പറയാം, നാട്ടിലുള്ള ആരെ ആക്ഷേപിക്കാൻ ഇന്ത്യൻ ഭരണഘടന അവർക്ക് അവകാശം നൽകുന്നുണ്ട്. സോണിയാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞാൽ അത് സംഘപരിവാറിന്റെ നറേറ്റീവാണ് എന്ന ശുദ്ധ അസംബന്ധമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിണറായി വിജയനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ അത് നരേന്ദ്രമോദിക്ക് വേണ്ടിയുള്ളതല്ലേ, അത് അമിത്ഷായ്ക്ക് വേണ്ടിയുള്ളതല്ലേ, അത് BJP നേതൃത്വത്തിന് വേണ്ടിയുള്ളതല്ലേ? കാരണം ഇന്ത്യയിലെ ഏക പ്രതിപക്ഷ ഗവൺമെന്റിനെ നരേന്ദ്രമോദിയുടെ ഏറ്റവും ഓക്കെ ചങ്ങായിയല്ലേ പിണറായി വിജയൻ? അല്ല, നരേന്ദ്രമോദി അല്ല, നിങ്ങൾ സംസാരിക്കും. പ്ലീസ് വെയിറ്റ് ചെയ്യൂ. എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ കൂട്ടി ചായ കുടിക്കാൻ പോയില്ലല്ലോ. സമയത്തിൽ ഇടപെട്ട ആൾക്ക് എനിക്ക് സമയമില്ല, എനിക്ക് സമയമില്ലെന്നേ. ഞാൻ സാധാരണ അങ്ങനെ ഇടപെടുന്ന ആളല്ലല്ലോ. മറുപടി പറയട്ടെ. നിങ്ങളല്ലേ ഉണ്ടാക്കിയത്? മറുപടി കാരണം തൊഴിലുറപ്പ് തൊഴിലിന്റെ പ്രശ്നം പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയോടൊപ്പം ചായ കുടിക്കാൻ പോയ പ്രിയങ്ക ഗാന്ധി കൂട്ടുകാരിയല്ല. പ്രിയങ്ക ഗാന്ധിയുടെ ജീവിത പങ്കാളി BJPക്ക് 176 കോടി രൂപ കൊടുത്തപ്പോ പങ്കാളിയല്ല. അല്ല, പങ്കാളിയല്ല. നിങ്ങള് മര്യാദയ്ക്ക് ചർച്ചയ്ക്ക് ഇടപെട്. ഇതെന്ത് മറുപടിയാണ്? വിഷയത്തിൽ സംസാരിക്കേ. നിങ്ങൾ എന്തിനായി ചർച്ച കൊണ്ടിരിക്കുന്നത്? ഈ സ്മൃതി അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നിർത്ത്, അല്ലെങ്കിൽ നിർത്തിക്കൊണ്ട് പോകും. നിങ്ങൾ ചർച്ച നിർത്ത്, സമയം കഴിഞ്ഞില്ലേ? നിങ്ങൾ അനൂപിനെ നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറ, അല്ലെങ്കിൽ ചർച്ച നിർത്ത്. അങ്ങ് ചോദ്യത്തിന് ഉത്തരം പറയൂ. ഒരു മിനിറ്റ് അനൂപ്, പ്ലീസ് ഒന്ന് വഴങ്ങൂ. അനൂപ് പറഞ്ഞ കാര്യം വ്യക്തമാണ്, ആ ചോദ്യം വ്യക്തമാണ്. അതിന് മറുപടി പറയുമോ നോക്കട്ടെ. മറുപടി അങ്ങക്ക് കേൾക്കണ്ടേ? വെയിറ്റ് ചെയ്യൂ. ശ്രീഗോപൻ പറയൂ. എന്ത് മര്യാദയാണ് ഈ പറയുന്നത്? അങ്ങ് ആൻസർ പറയൂ. നരേന്ദ്രമോദിയും പിണറായിയും തമ്മിലാണോ ഐക്യം? എന്തിന്റെ ആൻസറാ സ്മൃതി പറയണ്ടേ? എന്തിന്റെ ആൻസറാ പറയണ്ടേ? സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് CPMന്റെ യഥാർത്ഥ നിലപാട് എന്താണെന്ന് പറയും ശ്രീമതി സ്മൃതി. അതാണ് പറയാൻ പോകുന്നത്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞത്, അരി എത്രാന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി. ഒരു ചോദ്യത്തിന് ഉത്തരം തരണം. സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തതാര്? ഒറ്റ ചർച്ചയിൽ ഇന്ന് വരെ ഒരു കോൺഗ്രസ് പ്രതിനിധി മറുപടി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയുന്നത് അടൂർ പ്രകാശും ആന്റോ ആന്റണിയും സോണിയാഗാന്ധിയുടെ മകളുടെ ജീവിത പങ്കാളി റോബർട്ട് വധേരയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമായിട്ട് റോബർട്ട് വധേരയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിക്ക് സമ്മാനം കൊടുക്കാൻ പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തത്. നിങ്ങൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിഷേധിക്കാൻ പോന്നേ? കോടതി പറഞ്ഞ അന്താരാഷ്ട്ര ബന്ധം ഇറ്റലിയുമായിട്ട് ചേർന്ന ബന്ധമാണ്. അത് പൊടിപ്പാറ സാർ ജാമ്യം എടുത്തിട്ട് കാര്യമില്ല. ഇനി 2014 അവിടെ നടന്ന കൊടിമര മാറ്റവുമായി ബന്ധപ്പെട്ട് പൊടിപ്പാറ സാർ ഓർമ്മയില്ലേ? അല്ല, അത് സ്മൃതി അല്ല, CPM BJPക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ CPM BJPക്കെതിരെ വേണ്ട. സ്മൃതി അങ്ങനെ കൂടുതൽ മിടിക്കാവണ്ട. സ്മൃതിയുടെ കൈ വെച്ചിരുന്നാ മതി. സ്മൃതി അങ്ങനെ മിടിക്കാവണ്ട. സ്മൃതി ചുമ്മാ വേറെ പണി. സ്മൃതി KPCC സെക്രട്ടറി ആയിട്ടിരുന്നോണ്ട് പണിയുണ്ട് അവിടെ. മര്യാദയ്ക്ക് ആങ്കർ ആയിട്ടിരുന്നാ മതി. സംഘപരിവാറിന്റെ അജണ്ടയാണോ? CPM ആരോപണം ഉന്നയിച്ച സംഘപരിവാറാണോ പറയുന്നത്? അപ്പൊ സംഘപരിവാർ പിണറായിക്കെതിരെ ആരോപണം ഉന്നയിച്ചാലോ? സംഘപരിവാർ CPMനെതിരെ ആരോപണം ഉന്നയിച്ചാലോ? സംഘപരിവാർ BJP CPMനെതിരെ ആരോപണം ഉന്നയിച്ചാൽ നിങ്ങൾക്ക് പ്രശ്നമല്ലേ? സോണിയാഗാന്ധിയെ പറയുമ്പോൾ നിങ്ങൾക്ക് കൊള്ളുന്നതിനാ? കോൺഗ്രസിനെ പറയുമ്പോൾ സ്മൃതിക്ക് കൊള്ളുന്നതിനാ? സ്മൃതി അങ്ങനെ പിടിക്കാവണ്ട. അങ്ങനെ സംസാരിക്കത്തില്ല. അത് വേണ്ട, ആ ഏർപ്പാട് വേണ്ട. നിങ്ങൾ അങ്ങനെ കോൺഗ്രസിന് വേണ്ടി വാചാലയായിട്ട് ഇതിനകത്ത് വർത്താനം പറഞ്ഞു പോകണ്ട. നിങ്ങൾ നിങ്ങളുടെ ചടങ്ങിൽ പോയിരുന്നു പറഞ്ഞാൽ മതി. ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ പറയാനുള്ളതൂടെ കേൾക്കാനും ഞങ്ങൾ പറയുന്നതിനെ കൂടെ പരിഗണിക്കാനും നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ കോൺഗ്രസിന്റെ 2 പ്രതിയെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ കോൺഗ്രസ്സുകാരിയായിട്ട് അങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കണ്ട. സോണിയാഗാന്ധിക്കെതിരായിട്ട് ഞങ്ങൾ പറഞ്ഞാൽ സംഘപരിവാറിന്റെ അജണ്ടയാണെന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ആ ഏർപ്പാട് വേണ്ട. പിണറായി വിജയനെതിരായിട്ട് BJP കോൺഗ്രസ് പറഞ്ഞാൽ അത് BJPയുടെ അജണ്ടയാണെന്ന് ഞങ്ങൾ പറഞ്ഞാലോ? പിണറായി വിജയനെതിരായിട്ട് കോൺഗ്രസ് പറഞ്ഞാൽ അത് BJPയുടെ അജണ്ടയാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഓൺ ചെയ്യോ? ഇല്ലല്ലോ. അത് വേണ്ട. സ്മൃതി, ഞാൻ നിർത്തുക. എനിക്ക് വേറെ ചാനലുണ്ട്. നിങ്ങളുടെ 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുക. എനിക്ക് വേറെ ചാനൽ. അവിടെ സംഘപരിവാരോട് സംസാരിക്കേ. Debate with Smriti Parathikkad.